നിരവധി പുരസ്കാരങ്ങളുമായി ശ്രദ്ധ നേടിയ ഒരു പഞ്ചായത്തുണ്ട് അങ്ങ് തൃശ്ശൂരിൽ. അരിമ്പൂർ പഞ്ചായത്ത്. വികസന നേട്ടങ്ങളുടെ കഥയാണ് പഞ്ചായത്തിന് പറയാനുള്ളത്. എന്നാൽ പോരായ്മകൾ ഓരോന്നായി ചൂണ്ടിക്കാണിക്കുകയാണ് പ്രതിപക്ഷവും. ജനങ്ങൾ കാത്തിരിക്കുകയാണ് ആരെടുക്കും അരിമ്പൂർ എന്നറിയാൻ. സംസ്ഥാനത്തെ ആദ്യത്തെ വയോജന സൗഹൃദ പഞ്ചായത്ത്, സംസ്ഥാനത്തെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ പഞ്ചായത്ത്, സംസ്ഥാനത്തെ ഏറ്റവും മികച്ച അംഗനവാടിക്കുള്ള അവാർഡ് ലഭിച്ച പഞ്ചായത്ത്, ഏറ്റവും മികച്ച ടീച്ചർക്കുള്ള അവാർഡ് ലഭിച്ച പഞ്ചായത്ത്, സ്വന്തമായി 55 കിലോ വാട്ട് സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പഞ്ചായത്ത്. തീരുന്നില്ല അരിമ്പൂർ പഞ്ചായത്തിലെ നേട്ടങ്ങൾ. 5 വർഷം തികയ്ക്കാൻ പോകുന്ന CPM ഭരണസമിതിക്ക് പറയാൻ വികസന നേട്ടങ്ങൾ ഏറെയാണ്. അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സമസ്ത മേഖലയിലും ഈ ഭരണസമിതിക്ക് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അത് ഒരു പരിധി വരെ നമുക്ക് വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചു. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ AC ആക്കി ശീതീകരിച്ച് കമ്മ്യൂണിറ്റി ഹാളാക്കി. വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഈ ഭരണസമിതി വളരെയധികം സന്തോഷത്തിലാണ്. കൃത്യതയോടെയുള്ള ഫണ്ട് വിനിയോഗമാണ് പഞ്ചായത്തിന്റെ നേട്ടങ്ങൾക്ക് പിന്നിൽ. കമ്മ്യൂണിറ്റി ഹാൾ വികസനവും അംഗൻവാടി വികസനവും സോളാർ വൈദ്യുതി ഉൽപാദനവും കുടിവെള്ള പരിഹാരവുമെല്ലാം ഭരണസമിതിയെ ജനപ്രിയമാക്കി മാറ്റിയെന്ന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പറയുന്നു. കഴിഞ്ഞ കാലത്തെ ഒരു 3 ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ചെലവഴിച്ച ഫണ്ട് ഞങ്ങൾക്ക് ഈ ഭരണസമിതിയുടെ കാലഘട്ടം കൊണ്ട് ചെലവഴിക്കാൻ കഴിഞ്ഞു. അത് MLA ഫണ്ട് ആയിക്കോട്ടെ, സംസ്ഥാന സർക്കാരിൻ്റെ ബഡ്ജറ്റ്, അതുപോലെ തന്നെ സ്പെഷ്യൽ ഫണ്ടുകളായിക്കോട്ടെ, ഗ്രാമപഞ്ചായത്തിൻ്റെ, ജില്ലാ പഞ്ചായത്തിൻ്റെ അടക്കം ഏറ്റവും നന്നായിട്ട് ഫണ്ടുകൾ വിനിയോഗിക്കാൻ കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. സംസ്ഥാനത്തെ ആദ്യത്തെ വയോജന സൗഹൃദ പഞ്ചായത്ത്, സംസ്ഥാനത്തെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ പഞ്ചായത്ത്, 55 കിലോ വാട്ട് സോളാർ വർക്ക് ചെയ്യുന്ന ഒരു പഞ്ചായത്താണ് അരിമ്പൂര്. അതേസമയം പ്രഖ്യാപനങ്ങളും ആഘോഷങ്ങളും ആഡംബരങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ നിന്നും പിന്മാറിക്കൊണ്ടാണ് പഞ്ചായത്തിന്റെ പ്രവർത്തനമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം. 5 വർഷത്തെ ഭരണമെടുത്തുവെന്നും ഭരണമാറ്റം ഉണ്ടാകുമെന്നും കോൺഗ്രസ് പറയുന്നു. അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ തരിശുരഹിത പഞ്ചായത്താണ്. ഈ തരിശുരഹിത പഞ്ചായത്തിലും ഇന്നും ഏക്കർ കണക്കിന് ഭൂമി തരിശായി കിടക്കുക. അത് ജനങ്ങൾ തയ്യാറാണ്. ജലസേചന സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ ഇത് ഇറക്കാത്തത്. ഇതുപോലെ തന്നെയാണ് വയോസേവന അവാർഡ് ലഭിച്ച പഞ്ചായത്താണ്. വയോജനങ്ങൾക്ക് പഞ്ചായത്തിൻ്റേതായ ഏത് ബന്ധപ്പെട്ട ഓഫീസുകളിലും ഒരു പ്രയോറിറ്റി കൊടുക്കുന്നില്ല. ഇതുപോലെ തന്നെയാണ് സ്മാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതി കഴിഞ്ഞ April 1-ാം തീയതി ഇവിടെ നടപ്പിലാക്കി. ഇവിടെ ഫ്രണ്ട് ഓഫീസ് സംവിധാനം വന്നപ്പോൾ തീർത്തും സൗജന്യമായിരുന്ന ആ ഫ്രണ്ട് ഓഫീസ് സംവിധാനം സ്മാർട്ട് എന്ന് പറയുന്ന ഹെൽപ്പ് ഡെസ്ക് വഴിക്ക് ഇന്നും ജനങ്ങൾക്ക് ഒരു അപേക്ഷ കൊടുക്കാൻ സമയനഷ്ടവും സാമ്പത്തിക നഷ്ടവും വരുത്തിയിട്ടുള്ള ഒരു ഇതാണ്. അരിമ്പൂരിൽ അഴിമതി ഭരണമാണെന്നാണ് BJPയുടെ പക്ഷം. പണി പൂർത്തീകരിക്കാത്ത റോഡുകളും MP ഫണ്ട് വിനിയോഗിക്കാത്തതുമൊക്കെയാണ് BJP ചൂണ്ടിക്കാണിക്കുന്നത്. അത്രമേൽ അഴിമതിയാണ്, നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയില്ല. ഏറിയ റോഡുകളെല്ലാം തകർന്ന അവസ്ഥയിലാണ്. കേന്ദ്ര സർക്കാർ പദ്ധതി ലഭ്യമായ റോഡ് പോലും 2 വർഷമായിട്ടും പണി തുടങ്ങിയിട്ടില്ലാത്ത അവസ്ഥയിൽ കിടക്കുകയാണ്. കേന്ദ്രമന്ത്രി അദ്ദേഹത്തിൻ്റെ വികസന ഫണ്ടിൽ നിന്ന് 1 രൂപ പോലും ചെലവഴിക്കാൻ ഇവിടുത്തെ പഞ്ചായത്ത് ഏതെങ്കിലും ഒരു തരത്തിലുള്ള പ്രോജക്റ്റ് കൊടുക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടയിലും പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളും നേട്ടങ്ങളും എടുത്തു പറയേണ്ടത് തന്നെയാണ്. പഞ്ചായത്ത് വീണ്ടും ഒരു നാട്ടുവോട്ടിനൊരുങ്ങുമ്പോൾ പ്രതീക്ഷയിലാണ് 3 മുന്നണികളും. CPMന് വേരുറപ്പുള്ള മണ്ണ് തന്നെയാണ് അരിമ്പൂര്. പക്ഷേ തിരഞ്ഞെടുപ്പാണ്. പ്രവചനാതീതമായ മാറ്റങ്ങളുണ്ടാകാം. ആ മാറ്റങ്ങളാണ് പ്രതിപക്ഷ കക്ഷികളുടെ ലക്ഷ്യം. തൃശ്ശൂരിൽ നിന്നും A അനുരാഗിനൊപ്പം ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്.